ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പിന്നെ നമ്മൾ മൂവാറ്റുപുഴ വന്നതാണ്. ആമിക്ക് ആ സ്ഥലത്തിന്റെ പേര് പറയാറിയില്ല അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. ഇന്നലെ രാത്രി കുറച്ച് സമയം കൊണ്ട് ഉണ്ടായതാണ്. ഇന്നലെ രാത്രി കറക്റ്റ് ഒരു 9 മണിക്ക് ഉണ്ടായ യാത്രയാണ് മൂവാറ്റുപുഴ വരെ ഒന്ന് വരിക എന്നുള്ളത്. അപ്പം ഞങ്ങൾ കൂടെ മുർഷിയും നെപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു 4:30 ആകുമ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. പോണ വഴിയിൽ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നല്ല ട്രാവൽ അടിപൊളിയായിരുന്നു. പോണ വഴിയിൽ മുഴുവൻ കഥ പറയലാട്ടോ. മുർഷി നമുക്ക് നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്, കഥയോട് കഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല വിഷമവും. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഓലനിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ എല്ലാവർക്കും വേണ്ട എല്ലാ ഐറ്റംസും പറഞ്ഞു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഫ്രഷപ്പ് ആയി കേട്ടോ, കാരണം ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലത്ത് എത്തുമ്പോഴാണല്ലോ നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ പറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി നല്ല ഫുഡൊക്കെ കഴിച്ചു. ചക്കയുടെയാണോ ഇലയുടെയാണോ കഴിച്ചോക്ക്. ഓൾക്കതൊന്നും പറ്റില്ല, അവള് ചോക്ലേറ്റേ കഴിക്കുള്ളൂ. ഞാൻ ചോക്ലേറ്റ് ആണ് കഴിക്കല്. ഇത് ഇലയുടെയാണ്, ഇലയുടെ ഒന്ന് കഴിച്ചു നോക്ക്. പിന്നെ ഇതില് വേറെന്താ ഉള്ളത്? ഒരു പീസ് കഴിച്ചു നോക്കണോ? വേറൊരു സാധനം ഉണ്ട്. ആ മറ്റേ ആ സ്മെല്ല് കറുപ്പൻ്റെ അല്ലയോ? അല്ല, പട്ടേന്റെ കിള. ചോക്ലേറ്റ് അല്ലേ ബാബു? അത് കൊടുക്കും, മുഷി പൊളിച്ചു തരും. ഞാൻ പറഞ്ഞുതരാം. നീ ഒന്ന് കഴിക്കടാ, ഒരു പീസ് ഒന്ന് കഴിക്കടാ. ഇത് പാപ്പ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ചോക്ലേറ്റ് വിചാരിച്ചാൽ മതി. ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. ഇത് ചോക്ലേറ്റിന്റെ കളറില്ലേ? ഞാൻ കഴിക്കട്ടെ. ആനിവല്ലേ കാണാണ് അല്ലേ? അപ്പം ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കിനും മൂവാറ്റുപുഴ എത്തി കേട്ടോ. അപ്പം മുർഷിയും നെപ്പിയൊക്കെ അവർക്കൊരു ആൾക്കാരെ കാണാനുള്ളതുകൊണ്ട് അവർ പോയി. അപ്പം ഞങ്ങളിത് അവിടെ ഇങ്ങനെ റോഡ് സൈഡിലും പാർക്ക് ചെയ്തിട്ട് കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് നേരം ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ടായിരുന്നു ഇങ്ങനെ കുറേ ആനിമൽസിനൊക്കെ ഉണ്ടാക്കണേ. നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ ആനിമലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പാപ്പുനും അമ്മയ്ക്കൊക്കെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് സൈഡാക്കി നിർത്തിയ. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അവിടെ ഇരുന്നിട്ട് അവർക്കിങ്ങനെ കാണിച്ചു കൊടുത്തു. നമുക്ക് ശരിക്കും ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇവർ കുറേ ആൾക്കാർ മേടിച്ചിട്ടൊക്കെ പോകുന്നതാണെന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ആനിമലിനെ പോലെ തന്നെയുണ്ട് എല്ലാം. നമ്മളിപ്പം എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ പോവാണ്. അപ്പം മുർഷി ദീദിയും അവരിപ്പോ പോയിട്ടുണ്ട്, അവരിപ്പോ വരും. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇരുന്ന് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ടോ നോക്കണം. പാപ്പുവിന്റെ ഡ്രസ്സിൽ വെള്ളമായി, പാപ്പുവിന്റെ വിഷമായി വെള്ളമായിട്ട്. അതെ, എന്നിട്ട് കരഞ്ഞു പോയി റെഡിയായി. എന്റെ ബുക്ക് എടുത്തിട്ട് മുർഷിദീദിനെ വരച്ച് കാണിച്ചേരാം ഗൈസ്. മുർഷിദീദിനെ വരയ്ക്കുകയാണ്. പകുതി വരച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ സ്കിൻ കളർ കൊടുക്കാം. പാപ്പ ഫ്രണ്ടിലോട്ട് പോയപ്പോ എനിക്കുള്ള ഫുൾ സീറ്റ് കിട്ടി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. തിരിച്ചു പോയാലും എന്താ കുഴപ്പം? ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അവിടെ ഫുഡ് എവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് വരച്ചിട്ട് കാണാം. വരച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പെരുമ്പാവൂർ സൈഡിലുള്ള കുഞ്ഞാപ്പൂസ് കിച്ചണിലാട്ടോ വന്നിട്ടുള്ളത്. അവിടെ നല്ല
നെയ്ച്ചോറും ബീഫും ഒക്കെ കിട്ടും. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കട കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും നെയ്ച്ചോറും ബീഫും പിന്നെ ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കേട്ടോ. ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ അത്. അപ്പോൾ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അതിൽ ബിരിയാണി അത്ര അങ്ങോട്ട് പോരായിരുന്നു. പക്ഷേ നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഒരു പരിപ്പുറയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. പിന്നെ ഞങ്ങളൊരു ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ ബീഫ് ഞങ്ങൾ കഴിച്ചു തുടങ്ങി ടേസ്റ്റ് കാരണം വീണ്ടും ഒന്നുകൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഇതിൻ്റെ കൂടെ എല്ലാ ഐറ്റംസും, ഇതിൻ്റെ സൈഡൊക്കെ നല്ല, ഇതിൻ്റെ ഒരു പിക്കിളുണ്ട്, പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല ആസ്വദിച്ച് എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. പൈനാപ്പിൾ ഉണ്ടായത് കാണുന്നത് അല്ലേ? ഇത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാട്ടോ. അതെ, ഇവിടെ കുറേ പൈനാപ്പിൾ ഉണ്ട് ഈ ഏരിയയിലൊക്കെ. അതെല്ലാം ആയതല്ലടാ അത്, പക്ഷെ അതിൻ്റെ ഇതാണ് എന്താ പറയാ, ഇത് ആയിട്ട് വരുന്നേ ഉള്ളൂ. വന്നോ ഇതിനുള്ളിൽ പോണ്ട, പോകുമ്പോ കാണാൻ രസമുണ്ട് അല്ലേ? താഴെ വീണെടുക്കുന്നേ അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എന്ന ആവശ്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുർഷിനെയും നെപ്പീനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോവുകയാണ് വയനാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പോണ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തേ കേട്ടോ. അപ്പോൾ ഇവിടെ പാരകളിൽ വന്നിട്ട് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടീയോ കോഫിയോ ഒക്കെ കഴിക്കാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ ഇനി ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി കുറേ യാത്ര ചെയ്യുമ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് ഒരു ചെറിയ ടീ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആമിയും പാപ്പും ഒക്കെ മാക്രോൺസ് ഒക്കെ പറഞ്ഞു കേട്ടോ. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കോഫിയാണ് പറഞ്ഞിട്ടുള്ളത്. കോഫിയും പിന്നെ പഴംപൊരിയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കേക്കിൻ്റെ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിന് താഴെ തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടോ നമ്മൾ പോയിട്ടുണ്ടായേ. ഞാൻ മുർഷി ഊഞ്ഞാലാട് നോക്ക്. ഏത് സ്ഥലത്ത് പോയാലും രണ്ടാൾക്കാർ ഊഞ്ഞാലാടും. എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് ഊഞ്ഞാലാടും. അത്രയ്ക്ക് അങ്ങോട്ടോ വേണ്ട. നല്ല രസമുണ്ടല്ലേ ആ വെയില് വരുന്ന സമയത്ത്. ഐഫോൺ ഭയങ്കര ഇതില്ലേ, ഗോൾഡൻ അവറിന് പെട്ട് കിട്ടും. ഗോൾഡൻ അവറിന് ഫോട്ടോഗ്രാഫറൊക്കെ ആക്കി മാറ്റൂലേ? ആണാണ് ഗോൾഡൻ അവർ നല്ല പെട്ട്. മുടിയുടെ ആമിന്റെ മുടിന്റെ കളറാണ് ചിന്തിച്ചിട്ട് ആ വീഡിയോയില്. എന്താ തള്ളേ
അങ്ങനെ കുറേ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രാഫിക്കൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടക്കിലെത്തിയപ്പോൾ ഒരു 10 മണി 10:30 ആയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, പക്ഷെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് എല്ലാവരും ഓരോ ഫുഡൊക്കെ പറഞ്ഞു. പിന്നെ നല്ല രസമുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ. കുറേ സംസാരിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആമി റൂമിയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് കോഴിക്കോട് നമ്മളൊരു ഫ്രണ്ട്സിനെയും കൂടെ കാണാനുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഒരു 2:30 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വയനാട് എത്താൻ വേണ്ടിയിട്ട്. അത്രയും സമയം എടുത്തു.